കോട്ടയം ഈരാറ്റുപേട്ടയിൽ 5ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചു. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്ന് പറഞ്ഞതിന് അധ്യാപകൻ ഇടിച്ചുവെന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി. ക്ലാസ്സിന് പുറത്തുപോകാൻ അധ്യാപകൻ സമ്മതിച്ചില്ലെന്നും കുട്ടി പറയുന്നു. സംഭവ ദിവസം വൈകിട്ട് അധ്യാപകൻ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഒരു പോലീസുകാരൻ്റെ ക്രൂരതയെക്കുറിച്ചാണ്. അതായത് നമുക്ക് നീതി നടപ്പാക്കി തരേണ്ട പോലീസുകാരെ, ഇപ്പുറത്ത് ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ട, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് നല്ല സന്ദേശം പകരേണ്ട ഒരു അധ്യാപകനെക്കുറിച്ച്, അധ്യാപകൻ്റെ ക്രൂരതയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്ന് പറഞ്ഞത് അധ്യാപകൻ ഇടിക്കുന്ന സാഹചര്യം. സാധാരണ ശകാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ചെറിയ ശിക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു പരിധിവരെയൊക്കെ പണ്ട് നമ്മളൊക്കെ നേരിട്ടിട്ടുള്ളതാണ്, അതായത് ഒരു അടിയൊക്കെ. പക്ഷേ ഇവിടെ ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അധ്യാപകൻ്റെ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. എന്താണ് വിദ്യാർത്ഥിയുടെ പരാതി പറയുന്നത്? ടോം, ചില വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ മനോവിഷമം തോന്നാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കോട്ടയം ഈരാറ്റുപേട്ട കാരക്കാട് MMV സ്കൂളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അവിടെ 5ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ ഇരിക്കുമ്പോൾ അവന് ചെവി വേദനയായിരുന്നു എന്നാണ് പറയുന്നത്. അവൻ ചെവി വേദനയായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പരീക്ഷ നടക്കുന്നു. ആ പരീക്ഷയിൽ ഒരു ചോദ്യം കുട്ടിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഒന്നുകൂടെ ആ ചോദ്യം പറയാമോ എന്ന് അധ്യാപകനോട് അപേക്ഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധ്യാപകൻ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുന്നതും കൈമുറുക്കി വലുത് തോളിലിടിക്കുന്നതും. അത് കേൾക്കുമ്പോൾ തന്നെ, ആ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് നീറിപ്പോകുന്ന കാര്യങ്ങളാണ് ആ കുട്ടി പറയുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ അധ്യാപകൻ്റെ അടുത്ത് ഒരു ചോദ്യം ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അതിൻ്റെ ഉത്തരമായിരിക്കും, അല്ലെങ്കിൽ ആ ചോദ്യം കേൾക്കാനായി പോകുമ്പോൾ ആ കുട്ടിയെ കൈമുറുക്കി ഇടിക്കുമ്പോൾ അത് എന്തുമാത്രം വേദനയായിരിക്കും ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിനുശേഷം ആ കുട്ടി വേദന എടുത്ത് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അതിനുകൂടി ആ അധ്യാപകൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇടി കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ കയ്യിൽ നുള്ളിയെടുത്തു എന്നുള്ള കാര്യം കൂടി ഈ കുട്ടി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ഇക്കാര്യം. കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി വീട്ടിലേക്ക് ഓടിക്കയറുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അമ്മ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളുമായി ഉണ്ടായ ഒരു ചെറിയ തല്ലിനോ എന്തെങ്കിലും കാരണമായിരിക്കും കുട്ടി കരഞ്ഞുകൊണ്ട് വന്നതെന്നുള്ളതെന്ന്. പക്ഷേ പിന്നീട് ചോദിക്കുമ്പോഴാണ് അധ്യാപകൻ തൻ്റെ തോളിൽ കൈമുറുക്കി ഇടിച്ചു എന്നുള്ള കാര്യം ആ കുട്ടി മാതാപിതാക്കളോട് പറയുന്നത്. ആ വിവരം കേട്ട് എന്തായാലും മാതാപിതാക്കൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവർ ഇത്തരത്തിൽ തങ്ങൾ മകനെ പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് ആ സ്കൂളിലെ അധ്യാപകർ അവനെ നല്ലപോലെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ മാതാവും തൻ്റെ മകനെ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ അധ്യാപകന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി വീട്ടിലെത്തുമ്പോൾ ആ മാതാവ് ഏറെ ഭയപ്പെട്ടു, അതുപോലെ തന്നെ ആശങ്കപ്പെട്ടു. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ അമ്മ സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം എടുത്ത അധ്യാപിക കൃത്യമായ രീതിയിൽ മറുപടി പറയാതെ ആ ഫോൺ കട്ട് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ വെച്ച് ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അനീതി നേരിടുമ്പോൾ അതിലെന്താണെന്ന് അറിയാനും അത് മാതാപിതാക്കളെ കൃത്യമായി അറിയിക്കേണ്ട അധ്യാപകർ അത് നിരസിച്ചു, അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകിയില്ല എന്നുള്ള ഒരു കൃത്യവിലോപം കൂടി ഇവിടെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഈ അധ്യാപകൻ തന്നെ തിരിച്ചു വിളിച്ചിട്ട് അഭിലാഷ്, അതോടൊപ്പം എന്തായാലും ഈ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അധ്യാപകനെതിരെ അവർ പരാതി നൽകിയോ? എന്ത് നടപടിയാണ് അധ്യാപകനെതിരെ സ്വീകരിക്കുക? പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ടോം, ഇതേപോലെ ഈ അധ്യാപകൻ ഈ മാതാവിനെ വിളിച്ചിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതങ്ങനെ പറ്റിപ്പോയതാണെന്നുള്ളൊരു കാര്യം മാതാവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഞെട്ടുകയും പിന്നീട് അത് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെയാണ് ഇതൊരു പരാതിയാവുന്നതും. ഇതിപ്പോൾ കുട്ടിയുടെ മൊഴി പോലീസുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അധ്യാപകൻ കുറ്റം മാതാപിതാക്കളോട് സമ്മതിച്ച സ്ഥിതിക്ക് ഇതിൽ കാര്യങ്ങൾ കൂടുതൽ പോലീസിന് എളുപ്പമാകും. എന്തായാലും മൊഴിയെടുത്ത് FIR ഇട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ആ കുട്ടി ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ആ കുട്ടി ആശുപത്രിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് സ്കൂൾ കടക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടോം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വളർന്നു വരുന്ന കുട്ടികളെ വഴികാട്ടുന്ന അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളോട് അതിക്രമം കാണിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹം ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. കൃത്യമായ ശിക്ഷ അയാൾക്ക്
അയാൾക്ക് കിട്ടണം. ആ സന്തോഷം എന്ന് പറയുന്ന അധ്യാപകന് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ അയാൾക്കെതിരെ എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.